രാവിലെ നടന്ന യു പി വിഭാഗം സംസ്കൃത നാടകത്തിൽ നല്ലൊരു വിജയം കൈവരിച്ച ടീമിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുകയാണ് ഹരിദ്വാൻ. ഹായ് ഹരിദ്വാൻ. ഹരിദ്വാൻ. അപ്പോ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. എത്ര ആൾക്കാരുണ്ട് മൊത്തത്തിൽ? 10 പേരുണ്ടല്ലേ. അപ്പൊ 9 പേരും പോയി. ഇപ്പോൾ ഒരാളായിട്ട് ഇവിടെ വന്ന് നിൽക്കുക അല്ലേ. അപ്പോൾ സംസ്കൃതം നാടകത്തിൽ നല്ല ടൈപ്പ് പരിപാടി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? അത്യാവശ്യം ടീമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എന്താ നമ്മുടെ നാടകത്തിന്റെ തീം എന്താ? അതായത് ഒരു ബ്രാഹ്മൺ ഫാമിലി ഈ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു രാക്ഷസൻ വന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങളിൽ ഒരാളെ നമുക്ക് വേണമെന്ന് പറയും. അന്നേരം എന്ത് ചെയ്യും? അതായത് അച്ഛൻ പറയും ഞാൻ പോവാന്ന്. ഇവർ 3 മക്കളും അച്ഛനും അമ്മയുള്ള. അപ്പം അച്ഛൻ പറയും ഞാൻ പോവാന്ന്. നേരം രാക്ഷസൻ പറയും വൃദ്ധന്മാർ പറ്റൂല എന്ന് പറയും. അപ്പം അമ്മ പറയും ഞാൻ പോവാന്ന് പറയും. സ്ത്രീകൾ പറ്റൂല എന്ന് പറയും. എന്നിട്ട് നേരം ഒന്നാമത്തെ മകൻ പറയും ഞാൻ പോവാന്ന് പറയും. നേരം മൂന്നാമത്തെ മകൻ പറയും ഞാൻ പോവാന്ന്. അപ്പം അച്ഛൻ പറയും ഒന്നാമത്തെ മകനെ ഞാൻ വിടൂല എന്ന് പറയും. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അവനെ വിടൂല എന്ന് പറയും. അമ്മ പറയും മൂന്നാമത്തെ മകനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫാമിലി പശ്ചാത്തലം, ഫാമിലിയിൽ ഒരു ഇത് വരുന്നതാണല്ലേ അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. നാടകത്തിന്റെ പേരെന്താ? മധ്യമ വ്യായോഗം. മധ്യമ വ്യായോഗം. അപ്പോൾ ആരാ ഇത് സ്ക്രിപ്റ്റ് ആരാ ചെയ്തതും ആരെ പഠിപ്പിച്ചതൊക്കെ ആരാ? സുരേഷ് ബാബു സാർ. അപ്പോൾ മോൻ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? വീട്ടിലെ പെണ്ണാണ്. അപ്പോൾ ഈ സംസ്കൃത നാടകത്തിലേക്ക് എന്താ സംസ്കൃത നാടകത്തിൽ കൂടാൻ താല്പര്യം തോന്നാൻ കാരണം എന്താ? സാറാണ്. അപ്പോൾ സംസ്കൃതം സംസാരിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാം അല്ലേ? സംസ്കൃതത്തിൻ്റെ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഒരു താല്പര്യം തോന്നിയതുകൊണ്ട് ആ ഒരു സംസ്കൃത നാടകം നോക്കാമെന്ന് കരുതി അല്ലേ. ആദ്യത്തെ തവണയാണോ ജില്ലയിലേക്ക് വരുന്നത്? ആദ്യത്തെ തവണ സംസ്കൃതത്തിൽ നാടകത്തിൽ അഭിനയിക്കുന്നത് അല്ലേ. അപ്പോൾ അഭിനയം ഇഷ്ടമാണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഈ നാടകത്തിൽ എന്താ മോൻ്റെ ക്യാരക്ടർ? ഒന്നാമത്തെ മകനാണ്. അച്ഛന് പ്രിയപ്പെട്ട ഒന്നാമത്തെ മകനാണല്ലേ. അപ്പോൾ അച്ഛനും ബാക്കിയുള്ളവരൊക്കെയും ഇല്ലാതെ പോയി. അപ്പം മകൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഇല്ലേ നിലവിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് യു പിക്ക് സ്റ്റേറ്റ് ഇല്ലല്ലോ അല്ലേ. ഇല്ല. അപ്പോൾ ഇനി ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. അപ്പോൾ ഇനി ഒരു കൊല്ലം കൂടി നമുക്ക് യു പിയിലേക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഹൈസ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. സംസ്കൃത നാടകത്തിൽ ഒതുക്കണ്ട, മറ്റ് നാടകത്തിലേക്ക് പോകാൻ പറ്റട്ടെ. ഇപ്പോൾ അത്തരത്തിൽ നീളുന്നതാവണം. ഒരു സ്ഥലത്ത് മാത്രം ചുരുങ്ങി പോകേണ്ട സംസ്കൃതത്തിലേക്ക് മാത്രമായിട്ട്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ളതാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.